ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മഴക്കാലം തുടങ്ങിയാൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നൊരു ജീവിയുണ്ട്. അതാണ് ഈച്ച. അടുക്കളയിലും ഡൈനിങ് ടേബിളിലും പഴങ്ങളുടെ മുകളിലും ചിലപ്പോൾ ചായക്കപ്പിന്റെ മുകളിലും വരെ ഈച്ച വന്നിരിക്കും. ഇത് ശല്യം മാത്രമല്ല, ശുചിത്വത്തിനും ആരോഗ്യത്തിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന 10 ഫലപ്രദമായ ടിപ്പുകൾ. വീഡിയോ അവസാനത്തോളം കാണണം. അവസാനത്തെ ടിപ്പ് പലർക്കും അറിയാത്തൊരു നല്ല മാർഗമാണ്. ടിപ്പ് നമ്പർ 1: ഭക്ഷണം എപ്പോഴും മൂടിവെക്കുക. ഈച്ചകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് തുറന്ന ഭക്ഷണത്തിലേക്കാണ്. ചോറായാലും കറിയായാലും പഴങ്ങളായാലും മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും 5 മിനിറ്റ് തുറന്നു വെച്ചാലും ഈച്ചകളെത്തും. ടിപ്പ് നമ്പർ 2: സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടരുത്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മണിക്കൂറുകളോളം സിങ്കിൽ കിടക്കരുത്. അവയിൽ ഒട്ടിക്കിടക്കുന്ന ഭക്ഷണത്തിന്റെ മണം ഈച്ചകളെ വേഗത്തിൽ ആകർഷിക്കും. സമയം കിട്ടുന്നുടൻ കഴുകുന്നത് നല്ല ശീലമാണ്. ടിപ്പ് നമ്പർ 3: മാലിന്യക്കൂട് ദിവസവും ഒഴിക്കുക. പ്രത്യേകിച്ച് മീൻ, ഇറച്ചി, പഴത്തൊലി, പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവ കൂടുതൽ നേരം വീട്ടിൽ വെക്കരുത്. മാലിന്യക്കൂടിന് എപ്പോഴും മൂടി ഉപയോഗിക്കുക. മഴക്കാലത്ത് ഇത് വളരെ പ്രധാനമാണ്. ടിപ്പ് നമ്പർ 4: ചീഞ്ഞ പഴങ്ങളും പച്ചക്കറികളും മാറ്റുക. ഒരു പഴം ചീഞ്ഞാൽ അതിന്റെ മണം വളരെ ദൂരം വരെ പോകും. അത് ഈച്ചകളെ മാത്രമല്ല മറ്റു കീടങ്ങളെയും ആകർഷിക്കും. അതിനാൽ ദിവസവും പരിശോധിച്ച് ചീഞ്ഞവ മാറ്റുക. ടിപ്പ് നമ്പർ 5: ജനലുകൾക്കും വാതിലുകൾക്കും മെഷ് ഉപയോഗിക്കുക. വീട് എത്ര വൃത്തിയായാലും പുറത്തുനിന്ന് ഈച്ചകൾ കയറാം. അതുകൊണ്ട് ജനലുകളിലും വാതിലുകളിലും നല്ല നിലവാരമുള്ള മെഷ് ഘടിപ്പിച്ചാൽ ഈച്ചകൾ വീട്ടിലേക്ക് വരുന്നത് ഗണ്യമായി കുറയും. ടിപ്പ് നമ്പർ 6: നാരങ്ങയും ഗ്രാമ്പൂവും. ഒരു നാരങ്ങ 2ആയി മുറിച്ച് അതിൽ 10 മുതൽ 15 വരെ ഗ്രാമ്പൂ കുത്തി അടുക്കളയിലോ ഡൈനിങ് ടേബിളിനടുത്തോ വയ്ക്കാം. ചില വീടുകളിൽ ഇത് ഈച്ചകളുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇടയ്ക്കിടെ പുതിയ നാരങ്ങ ഉപയോഗിക്കുക. ടിപ്പ് നമ്പർ 7: തുളസിയും പുതിനയും. തുളസി, പുതിന തുടങ്ങിയ ചെടികൾ വീട്ടിൽ വളർത്തുന്നത് പലർക്കും ഇഷ്ടമാണ്. ചിലർക്ക് ഇവയുടെ മണം ഈച്ചകളുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നതായി അനുഭവമുണ്ട്. കൂടാതെ വീട്ടിനും നല്ല ഭംഗിയാകും. ടിപ്പ് നമ്പർ 8: അടുക്കള ദിവസവും തുടച്ചു വൃത്തിയാക്കുക. ഗ്യാസ് സ്റ്റൗവ്, കൗണ്ടർ ടോപ്പ്, ഡൈനിങ് ടേബിൾ എന്നിവയിൽ വീഴുന്ന ചെറിയ ഭക്ഷണ കണങ്ങൾ പോലും ഈച്ചകളെ ആകർഷിക്കും. ദിവസവും നനഞ്ഞ തുണികൊണ്ട് തുടച്ചാൽ നല്ല ശുചിത്വം നിലനിർത്താം. ടിപ്പ് നമ്പർ 9: സ്റ്റിക്കി ഫ്ലൈ ട്രാപ്പുകൾ ഉപയോഗിക്കുക. മാർക്കറ്റിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഫ്ലൈ ട്രാപ്പുകൾ അടുക്കളയ്ക്ക് പുറത്തോ ജനലിനടുത്തോ വയ്ക്കാം. രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യാതെ ഈച്ചകളെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല മാർഗമാണ്. ടിപ്പ് നമ്പർ 10: വീട്ടിന് ചുറ്റുമുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. വീട്ടുമുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കരുത്. അഴുക്ക്, ചീഞ്ഞ ഇലകൾ, മാലിന്യം എന്നിവ അടിഞ്ഞുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിന് പുറത്തെ ശുചിത്വവും ഈച്ചകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു ബോണസ് ടിപ്പ് കൂടി പറയാം. വിനാഗിരിയും ഏതാനും തുള്ളി ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെച്ചാൽ ചിലനേരം ചെറിയ ഈച്ചകളെ ആകർഷിക്കാൻ സഹായിക്കാം. ഇതെല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. പക്ഷേ ചില വീടുകളിൽ ഉപയോഗപ്രദമായതായി അനുഭവമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 10 ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയതേതാണ്? കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും നല്ല മാർഗമുണ്ടെങ്കിൽ അതും എല്ലാവർക്കുമായി പങ്കുവയ്ക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള കിച്ചൺ ടിപ്പുകളും ഗാർഡൻ ടിപ്പുകളും വീട്ടുപയോഗ അറിവുകളും ലഭിക്കാൻ ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.